യൂറോപ്പ ലീഗ് കിരീടം നേടി 16 ദിവസങ്ങൾക്ക് ശേഷം ടോട്ടനം ഹോട്ട്സ്പർ പരിശീലകനായ ആഞ്ച് പോസ്റ്റകോഗ്ലുവിനെ പുറത്താക്കി. 2024-25 പ്രീമിയർ ലീഗ് സീസണിൽ ടീം 17ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. 22 തോൽവികളോടെ റെലഗേഷൻ ഒഴിവാക്കിയ ഏറ്റവും മോശം റെക്കോർഡിന് ശേഷമാണ് ഈ തീരുമാനം. 59-കാരനായ ഓസ്ട്രേലിയൻ പരിശീലകൻ 2023-ൽ സെൽറ്റിക്കിൽ നിന്നാണ് ടോട്ടനത്തിലെത്തിയത്. ബിൽബാവോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ച് യൂറോപ്പ ലീഗ് കിരീടം നേടി ക്ലബിന്റെ 17 വർഷത്തെ കിരീട വരൾച്ച അവസാനിപ്പിച്ചു. ഈ വിജയം ടോട്ടനത്തിന് 2025-26 ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയും ഉറപ്പാക്കി. എന്നാൽ പ്രീമിയർ ലീഗിലെ ദയനീയ പ്രകടനവും പോസ്റ്റകോഗ്ലുവിന്റെ ആഞ്ച് ബോൾ തന്ത്രവും വിമർശനങ്ങൾക്ക് കാരണമായി. പ്രകടനങ്ങളുടെ സമഗ്രമായ അവലോകനത്തിന് ശേഷം ആഞ്ച് പോസ്റ്റകോഗ്ലുവിനെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നുവെന്നും യൂറോപ്പ ലീഗ് വിജയം ഒരു മികച്ച നേട്ടമാണെങ്കിലും ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഈ തീരുമാനം അനിവാര്യമായിരുന്നുവെന്നും ടോട്ടനം പ്രസ്താവനയിൽ അറിയിച്ചു. ടോട്ടനത്തിനൊപ്പമുള്ള സമയം അഭിമാനത്തിൻ്റെതാണ്. ബിൽബാവോയിലെ ആ രാത്രി കഠിനാധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും പരിസമാപ്തിയായിരുന്നുവെന്നും പോസ്റ്റകോഗ്ലു പ്രതികരിച്ചു. ബ്രെൻഫോർഡിന്റെ തോമസ് ഫ്രാങ്ക്, ഫുൾഹാമിന്റെ മാർക്കോ സിൽവ, ബോൺമോത്തിന്റെ ആന്റണി റവോഡ എന്നിവർ പിൻഗാമിയായി പരിഗണനയിലുണ്ട്. 2019-ൽ മൗറിഷ്യോ പൊച്ചറ്റീനോയ്ക്ക് ശേഷം ടോട്ടനം 5ാമത്തെ സ്ഥിരം മാനേജറെ തേടുകയാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.